السلام عليكم ورحمة الله. الحمد لله، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. ബഹുമാന്യ സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാം നിർവഹിക്കുന്ന കർമ്മങ്ങളെല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. 3 വ്യക്തികൾ, സുഹൃത്തുക്കൾ, ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുകയാണ്. ലക്ഷ്യസ്ഥാനത്തേക്കാണ് 3 പേരും യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്. 3 ആളുകളുടെയും യാത്ര പര്യവസാനിക്കുകയാണ്. പ്രത്യക്ഷത്തിൽ 3 പേരും പ്രവർത്തിച്ചത് ഒരേ കർമ്മമാണ്, ഒരേ യാത്രയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നു, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവ ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി. ആ യാത്രാ സംഘത്തിലെ ഓരോ വ്യക്തികളും ബാഹ്യമായി ഒരേ കർമ്മമാണ് ചെയ്തത്, ഒരേ പുണ്യപ്രവൃത്തിയാണ് ചെയ്തത്. എന്നാൽ അള്ളാഹു നോക്കുന്നത് കർമ്മത്തിലേക്ക് മാത്രമല്ല, ജനങ്ങൾ കാണുന്നത് കർമ്മം മാത്രമാണ്. അള്ളാഹുവിൻ്റെ നോട്ടത്തിൻ്റെ ഇടം അത് അവരെ കൽബുകൾ കൂടിയാണ്. അത് ജനങ്ങളുടെ നോട്ടത്തിന് വിധേയമല്ല. ആ കൽബുകളിലേക്ക് നോക്കി അള്ളാഹു അവരെ തരം തിരിക്കുന്നുണ്ട്. ചിലർ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും മാർഗത്തിൽ ജീവിക്കണം, ഒരു നല്ല വിശ്വാസിയായി എനിക്ക് ജീവിക്കാൻ സാധിക്കണം, ആ നിയ്യത്തോടുകൂടെ ആണ് യാത്ര ചെയ്തത് എങ്കിൽ അവൻ്റെ യാത്ര അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും മാർഗത്തിലുള്ള ഹിജ്റയാണ്. മറിച്ച് സമ്പാദിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടാണ് യാത്ര ചെയ്തതെങ്കിൽ, വിവാഹം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് യാത്ര ചെയ്തതെങ്കിൽ അവൻ്റെ യാത്ര ഫഹിജ്റതു ഇലാ മാ ഹാജറ ഇലൈഹി, എന്തിനു വേണ്ടി അവൻ പോയോ അതായിരിക്കും അവന് ലഭ്യമാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ കൽബിലേക്ക് നോക്കുന്നു. കൽബ് തെളിഞ്ഞതായിരിക്കണം, ഉദ്ദേശശുദ്ധി ഉണ്ടായിരിക്കണം. കർമ്മങ്ങളുടെ സ്വീകാര്യതയ്ക്ക് അത് അനിവാര്യമാണ്. പരലോകത്തെ ലക്ഷ്യമാക്കുകയും അള്ളാഹുവിൻ്റെ സ്വർഗം ആഗ്രഹിക്കുകയും നരകത്തെക്കുറിച്ച് ഭയപ്പെടുകയും ചെയ്തുകൊണ്ട് ഒരു കർമ്മം നാം നിർവഹിക്കേണ്ടതുണ്ട്. അതാണ് ഏതൊരു ഇബാദത്തും സൽക്കർമ്മങ്ങളും ചെയ്യുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാകേണ്ടത്. ആദ്യം വിശ്വാസിയായിരിക്കണം, രണ്ടാമത്തത് ഉദ്ദേശശുദ്ധി ഉണ്ടാവുകയും ചെയ്യണം. ഇതിനു പുറമെ ചെയ്യുന്ന കർമ്മങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടതിന് അനുസൃതമായിരിക്കണം. അള്ളാഹുവിൻ്റെ നിർദ്ദേശമുണ്ട്, പ്രവാചകൻ്റെ വിവരണമുണ്ട്. അതിന് അനുസൃതമായ രൂപത്തിൽ നാം നിർവഹിക്കുമ്പോഴാണ് ഒരു കർമ്മം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ പുണ്യകർമ്മമായി മാറുന്നത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബലിപെരുന്നാളിന് ഖുത്ബ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉദ്ഹിയ്യത്തിൻ്റെ നിയമങ്ങളെല്ലാം ആ ഖുത്ബയിൽ അള്ളാഹു റസൂൽ വിശദീകരിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അബൂ ബുർദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ ഉദ്ഹിയ്യത്ത് അറുത്തിട്ടാണ് വന്നത്. ഹാദാ യൗമുൻ യുസ്തഹാ ഫീഹിൽ ലഹം, മാംസം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദിനമല്ലേ. അതുകൊണ്ട് രാവിലെ അറുത്ത് മാംസവിതരണമൊക്കെ നടത്തി ശേഷമാണ് ഈദ്ഗാഹിലേക്ക്, മുസല്ലയിലേക്ക് വന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബയിൽ പറഞ്ഞത്, മൻ സല്ലാ സ്വലാത്തന, നമ്മുടെ കൂടെ ഈ നമസ്കാരം നിർവഹിക്കുകയും ശേഷം ഉദ്ഹിയ്യത്ത് അറുക്കുകയും ചെയ്താൽ അത് ഉദ്ഹിയ്യത്താണ്, ബലിയാണ് എന്നാണ്.
മറിച്ച് ആരെങ്കിലും മുമ്പ് അറുത്താൽ അത് ഷാത്തുൽ അഹമാണ്, സാധാരണത്തെ മാംസം മാത്രമാണ് എന്നായിരുന്നു ഖുത്ബയിൽ പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് അബൂ ബുർദ റളിയല്ലാഹു അൻഹു സംശയം ചോദിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, താങ്കളുടേത് ഉളഹിയ്യത്തല്ല. റസൂലെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? വയസ്സ് തികഞ്ഞത് എൻ്റെ അടുക്കലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾക്കത് മതി. വലൻ തജ്സിയ അൻ അഹദിൻ ബഅദക്, മേലിൽ ആർക്കും മതിയാവുകയില്ല എന്നാണ് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞത്. ഈ സംഭവം സൂചിപ്പിക്കുന്നത് വളരെ ഇഖ്ലാസോടുകൂടെയും നല്ല ഉദ്ദേശത്തോടുകൂടെയുമാണ് അദ്ദേഹം ഉദ്ഹിയ്യത്ത് അറുത്തിട്ടുള്ളത്. പക്ഷേ ഇസ്ലാം നിശ്ചയിച്ച നിയമങ്ങൾക്കനുസൃതമല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ടാണ് അദ്ദേഹം ചെയ്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് വീണ്ടും അറുക്കുവാൻ വയസ്സ് തികഞ്ഞതില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കർമ്മങ്ങൾ പലതും നമ്മൾ ചെയ്യുന്നത് വളരെ ഇഖ്ലാസോടുകൂടെയും ആത്മാർത്ഥതയോടുകൂടെയുമാണ്. പക്ഷേ ആ ചെയ്യുന്ന കർമ്മം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗദർശനത്തിന് അനുസൃതമല്ലെങ്കിൽ, അവിടുത്തെ സുന്നത്തുകളെ അനുധാവനം ചെയ്തുകൊണ്ടല്ലെങ്കിൽ ആ കർമ്മം സ്വീകരിക്കപ്പെടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി ഈ സംഭവത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കൽ സുബഹി നമസ്കാരത്തിൻ്റെ ശേഷം പള്ളിയിൽ ഒരാൾ സുന്നത്ത് നിസ്കരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വയോധികനും പണ്ഡിതനും താബി പ്രമുഖനുമായ സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു ആ പള്ളിയിൽ ആ സമീപത്തുണ്ടായിരുന്നു. അദ്ദേഹം ഈ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടുന്നവരെ കാത്തിരുന്ന് ശേഷം അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ എന്താ ചെയ്യുന്നത്? വിരോധിക്കപ്പെട്ട കാര്യമാണിത്, ഇത് പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അതല്ല, നമസ്കരിച്ചതിൻ്റെ പേരിൽ അള്ളാഹു എന്നെ ശിക്ഷിക്കുമെന്നാണോ താങ്കൾ എന്നോട് പറയുന്നത്? സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകന്റെ സുന്നത്തിന് എതിര് പ്രവർത്തിച്ചതിൻ്റെ പേരിൽ താങ്കൾക്ക് ശിക്ഷ ലഭിക്കുമെന്നാണ് ഞാൻ താങ്കളോട് പറയുന്നത് എന്ന്. ഇവിടെ വളരെ ഇഖ്ലാസോടുകൂടെയും ആത്മാർത്ഥതയോടെയും നിർദ്ദേശിക്കപ്പെട്ട ഒരു പുണ്യകർമ്മമാണ് സുന്നത്ത് നമസ്കാരം. സുന്നത്ത് നമസ്കാരത്തിന് ഒരുപാട് പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അത് അനുവദനീയമല്ലാത്ത സമയത്ത് നമസ്കരിച്ചതുകൊണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിക്കുമെന്നുള്ള താക്കീതാണ് മഹാനായ സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു നൽകുന്നത്. നമുക്കറിയാം, ജമാഅത്ത് നമസ്കാരത്തിന് വലിയ പുണ്യവും പ്രാധാന്യവുമുണ്ട്. പക്ഷേ റവാത്തിബ് സുന്നത്ത് ജമാഅത്തായിട്ട് നിസ്കരിക്കാറില്ല. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അങ്ങനെയല്ല. മറിച്ച് ജമാഅത്തായി നമസ്കരിച്ച ശേഷം റവാത്തിബ് സുന്നത്തുകൾ തനിച്ച് ഓരോ വ്യക്തിയും വ്യക്തിപരമായി നിർവഹിക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂല് ജീവിതകാലം അത്രയും പഠിപ്പിച്ചതും അവിടുന്ന് കാണിച്ചു തന്നിട്ടുള്ളതും. അതുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം ഈമാൻ ഉണ്ടായിരിക്കണം, രണ്ടാമത്തത് ഇഖ്ലാസ് നിഷ്കളങ്കമായിരിക്കണം, ഉദ്ദേശശുദ്ധി ഉണ്ടായിരിക്കണം, മൂന്നാമത്തത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ അനുധാവനം ചെയ്തുകൊണ്ട് നാം നിർവഹിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ആ കർമ്മം സ്വീകാര്യമായി തീരും. അള്ളാഹു പറയുന്നത്, ഒമൻ അറാദൽ ആഖിറ, ലക്ഷ്യം ആഖിറമായിരിക്കണം, പരലോക വിജയമായിരിക്കണം. വസഅ ലഹാ സഅയഹ, ആ പരലോകത്തിന് വേണ്ടി എന്ത് പ്രയത്നമാണോ അധ്വാനമാണോ നിർദ്ദേശിക്കപ്പെട്ടത് അതിനു വേണ്ടിയുള്ള അധ്വാനവും പരിശ്രമവും നമ്മൾ നടത്തുകയും ചെയ്യണം. വഹുവ മുഅ്മിൻ, ശരിയായ വിശ്വാസിയായിക്കൊണ്ട് ഇങ്ങനെ ആരെങ്കിലും പ്രവർത്തിച്ചാൽ ഫഉലൈക കാന സഅയ്ഹും മഷ്കൂറ, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം നന്ദിപൂർവ്വം സ്വീകരിക്കപ്പെടുന്നതും മഹത്തായ പ്രതിഫലം ലഭിക്കുന്നതുമാണ് എന്ന് ഖുർആനിലൂടെ വിവിധ ആയത്തുകളിലൂടെ അള്ളാഹു നമ്മോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ വാഗ്ദത്തം ചെയ്ത പ്രതിഫലം ലഭ്യമാകുന്ന വിധത്തിൽ നമ്മുടെ കർമ്മങ്ങളെല്ലാം രൂപപ്പെടുത്തിയെടുക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഇഖ്ലാസ് ഉണ്ടാകണം, പ്രവാചക ചര്യക്കനുസൃതമായിരിക്കണം, അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പണത്തോടുകൂടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ആ നിലക്ക് അള്ളാഹുവിൻ്റെ എല്ലാവിധ പ്രതിഫലങ്ങളും പരലോക വിജയവും കൈവരിക്കുവാൻ നമ്മയെല്ലാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം.
ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.